മഹാരാഷ്ട്രയിലെ തോൽവി അംഗീകരിക്കാനാകാതെ പ്രതിപക്ഷ മുന്നണി പേപ്പർ ബാലറ്റിലൂടെ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന ആവശ്യവുമായി ശിവസേന ഉദ്ധവ് വിഭാഗം രംഗത്തെത്തി. അതേസമയം മഹാരാഷ്ട്രയിലുണ്ടായ കനത്ത പരാജയത്തിൽ മുന്നണിക്കും പ്രതിപക്ഷ പാർട്ടികൾക്കുമുള്ളിൽ പോര് കടുക്കുകയാണ്. തിളക്കമാർന്ന വിജയം നേടി മഹായുദ്ധി സഖ്യം സർക്കാർ രൂപീകരണത്തിന്റെ അന്തിമഘട്ട ചർച്ചയിലേക്ക് കടന്നു. എന്നാൽ മഹാരാഷ്ട്രയിലുണ്ടായ കനത്ത പരാജയം പ്രതിപക്ഷ സഖ്യമായ മഹാവികാസ് അഘാഡിക്ക് ഉൾക്കൊള്ളാനായിട്ടില്ല. തോൽവിയുണ്ടാകുമ്പോൾ പതിവ് പോലെ EVM മെഷീനുകളെ പഴിചാരുന്ന പ്രതിപക്ഷ നേതൃത്വം മഹാരാഷ്ട്രയിലും അതേ അടവ് പ്രയോഗിച്ചു. മഹാരാഷ്ട്രയിൽ പേപ്പർ ബാലറ്റിലൂടെ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് നടത്തണമെന്നാണ് ഉദ്ധവ് വിഭാഗം ശിവസേന നേതാവ് സഞ്ജയ് റൌട്ട് ആവശ്യപ്പെട്ടത്. लेकिन महाराष्ट्र में अब ये चुनाव फिर एक बार लेकर मतपत्रिका बैलेट पर लीजिए और हमें दिखाइए कि हमारा फैसला EVM का सही है. अगर बैलेट पर आप जीतते हो, देखिए पोस्टल बैलेट पर जो काउंटिंग हो गया महाराष्ट्र, उसमें तो महाविकास आघाड़ी का सब जगह पर हमने आगे है, हम लीड पर है. 140 145 सीट पर हम लीड पर है. बैलेट पेपर पर जो चुनाव और काउंटिंग हो गया, तो अचानक 1 घंटे में हम नीचे कैसे आ सकते हैं? और इतने नीचे क्या ये पॉसिबल है? കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മഹാവികാസ് അഘാഡിക്കെതിരെയുള്ള ജനവിധിയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ ശ്രമിക്കുമ്പോഴും സഖ്യത്തിൽ മാത്രമല്ല പ്രതിപക്ഷ പാർട്ടികളിലും പോരുമുറുകുകയാണ്. സീറ്റ് വിഭജനത്തിൽ ആരംഭിച്ച തർക്കം തോൽവിയുടെ ഉത്തരവാദിത്തം ആരേറ്റെടുക്കുമെന്നതിലും തുടരുകയാണ്. മഹാരാഷ്ട്രയുടെ പ്രത്യേക ചുമതലയുള്ള കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല അടക്കമുള്ളവർക്കെതിരെ NCP ശരത് പവാർ വിഭാഗം നേതാക്കൾ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നു. കോൺഗ്രസ് നേതൃത്വത്തിന്റെ പിടിപ്പുകേടാണ് കനത്ത പ്രഹരത്തിന് വഴിവെച്ചതെന്ന് ചില ഉദ്ധവ് വിഭാഗം നേതാക്കളും ആരോപിക്കുന്നു. സാഹചര്യങ്ങൾ അനുകൂലമെന്ന് കരുതുമ്പോഴും ജനവിധിയിൽ ഇത്രമേൽ തിരിച്ചടിയുണ്ടാകാൻ സഖ്യത്തിലെ കല്ലുകടികളും കാരണമായെന്ന് സഖ്യ നേതാക്കളും വിലയിരുത്തുന്നുണ്ട്. ജനം, ഡൽഹി.